മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന മറ്റൊരു വ്യക്തി കൂടി നമ്മുടെ ഈ യാത്രയിൽ വരുന്നുണ്ട്. അദ്ദേഹം വലിയൊരു സഞ്ചാരി കൂടിയാണ്. അദ്ദേഹത്തോട് ചോദിക്കാം. ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ യാത്ര പറ്റി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന ബഡ്ജറ്റിനെ പറ്റിയാണ്. പിന്നെയാണ് നമ്മൾ പോകാനിരിക്കുന്ന സ്ഥലങ്ങളെ പറ്റി പ്ലാൻ ചെയ്യേണ്ടത്. ഭാസ്കര, ബഡ്ജറ്റൊക്കെ എന്റെ കപ്പയോ കൊഞ്ചോ യവൻ കുറെ നേരം അവന്റെ കപ്പയും കൊഞ്ചോ ഒന്ന് പോടേ. ബൈജു രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുന്നു. ബൈജു ഇവിടെ ഇരിക്കും. ഓരോരുത്തരും ചോദിച്ചവരല്ലേ, ബൈജു എടുക്കാറ് സംസാരിക്കല്ലേ? ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല കുറച്ച് സോഷ്യൽ മീഡിയ താരങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ആദ്യം വന്നിരിക്കുന്നത് കേരളത്തിൽ എല്ലാവർക്കും സുപരിചിതമായ ഒരു ചാനലാണ് M4Tech. അതിൽ ജിയോ മച്ചനാണ് വന്നിരിക്കുന്നത്. ചോദിക്കാം, ശ്രീ ജിയോ മച്ചൻ എന്തൊക്കെയാണ് നമ്മുടെ ഈ ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത്? ഹായ് മച്ചന്മാരിലേക്ക് M4Techലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നും മമ്മൂക്കയുടെ വണ്ടിയാണ് പോകുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ. കേരളത്തിൽ എല്ലാവർക്കും സുപരിചിതമായ മറ്റൊരു ചാനലാണ് ഫിറോസ് ചുറ്റിപ്പാറ. നമ്മുടെ വില്ലേജ് ഫുഡ് ബ്ലോഗറായ ഫിറോസ് ഭായ് വന്നിട്ടുണ്ട്. ചോദിക്കാം, ഫിറോസ് ഭായ് താങ്കൾക്ക് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? എങ്ങനെയാണ് ഫുഡ് പ്രിപ്പറേഷൻ ഒക്കെ? ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ നമുക്ക് വേണ്ടി ട്രാവൽസ് മമ്മൂക്കോട് നമ്മൾ ഓട്ടകം കുറിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഫിറോസ് ഭായ്. കാരണം മമ്മൂക്ക പോലൊരു വ്യക്തിക്ക് ഒട്ടകം നമ്മൾ മുഖേന കിട്ടുമല്ലോ. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. ഇവർ രണ്ടുപേരും മാത്രമല്ല, എല്ലാവർക്കും സുപരിചിതമായ മറ്റൊരു വ്യക്തി കൂടി നമ്മുടെ യാത്രയിലുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സന്തോഷ് വർക്കി. ആറാട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുള്ളൂ. ഓക്കെ. ആറാട്ടൻ പറയും, എന്തൊക്കെയാണ് താങ്കൾക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്? നിത്യമനുണ്ടോ? പഞ്ചുപാരി ഉണ്ടോ? ചൗബിനുണ്ടോ? ചൗബിനുണ്ട്. ഇപ്പൊ ഞാൻ പറ്റില്ല. ചൗബിനെടുക്കൊരു ജാടയാണ്.